ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിൽ വന്ന് ഇറങ്ങിയ നമ്മുടെ ബാലചന്ദ്രനും ഗോവർദ്ധനും അന്ന് ഇറങ്ങിയതും ഗോവർദ്ധനോട് ഇന്നലെ രാത്രി കേട്ടതും അറിഞ്ഞതും ഒക്കെ മനസ്സിലിരുന്നാൽ മതി എന്ന് പറയുമ്പം എനിക്കതൊക്കെ അറിയാം ബാലേട്ടാന്ന് പറയാം കേട്ടോ ഗോവർദ്ധൻ. ടെൻഷനൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്കിപ്പോൾ ബാലേട്ടനെ ഓർത്തിട്ടാ ടെൻഷൻ എന്ന കാര്യം പറയാം. അപ്പോൾ ഇങ്ങനൊരു തീ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കാര്യം ഓർത്തിട്ടുള്ളൊരു ടെൻഷനാണ്. അപ്പം അതൊന്നും താൻ ആലോചിക്കേണ്ട കാര്യമില്ല. വാടോ, ഒരു ചായ അടിച്ചിട്ട് പോവാടോ. അപ്പോൾ കാരണം ചാവി എടുക്കണ്ടേ, രോഹിത്തിൻ്റെ കയ്യിലായിരിക്കും. വാ എന്നും പറഞ്ഞങ്ങനെ അവർ രണ്ടുപേരും കയറി ചെന്ന് അലീന എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അലീന ഇറങ്ങി വരിക, സോറി കൃഷ്ണമോൾ ഇറങ്ങി വരിക. കൃഷ്ണമോൾ എത്തിയോ എന്നും ചോദിച്ച് ഇറങ്ങി വന്നു. അപ്പോൾ അലീന എന്തിയെന്ന് ചോദിച്ചു. ചേച്ചി അടുക്കളയിൽ എങ്ങോ ഉണ്ട്, നീ പോയി ആ കാറിൻ്റെ കീ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് കൃഷ്ണമോൾ മുകളിലോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും അലീന അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരിക. അലീനയെ കണ്ടപ്പോൾ ഗോവർദ്ധൻ അലീനയിൽ നിന്ന് കണ്ണെടുക്കാതെ അലീനെ തന്നെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ നമ്മുടെ അലീന അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. അങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്ന അലീനയെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ അലീന വന്നിങ്ങനെ ബാലേട്ടൻ്റെ അടുത്ത് നിൽക്കുന്നു. ഗോവർദ്ധനെ നോക്കി ഒന്ന് ചിരിച്ച് കാണിച്ചു. രാജ്യസഞ്ചാരമൊക്കെ കഴിഞ്ഞോ എന്ന് അലീന ചോദിക്കുക. അപ്പോൾ തൽക്കാലം എന്ന് ബാലേട്ടൻ അലീനയോട്. ഒരുപാട് അലഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ, ആകെ ക്ഷീണിച്ചു പോയ അച്ഛനെന്ന് അലീന പറയാം കേട്ടോ. അപ്പോൾ ഗോവർദ്ധൻ ഇങ്ങനെ നോക്കുവാണേ അലീനയെ. അത് ജസ്റ്റ് ഒരു കുളിയൊക്കെ പാസ്സാക്കുമ്പോൾ ആ ക്ഷീണം അങ്ങ് പമ്പ കിടക്കുമെന്ന് പറഞ്ഞു. അപ്പം രോഹിയേട്ടാ, അതെ ആ വണ്ടിയുടെ കീയും കൊണ്ടുവരാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണമോള് അവിടെ സ്റ്റെയറിൽ നിന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് ഉഷാറാവട്ടെ എന്നും പറഞ്ഞിരിക്കുന്നു. രോഹിയേട്ടാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണമോള്. ആ സമയത്ത് ശരി എന്നാൽ ഞാൻ ചായ എടുക്കാമെന്നും പറഞ്ഞ് അലീന അടുക്കളയിലേക്ക് പോയി. അലീന അടുക്കളയിലേക്ക് പോയ സമയത്ത് അലീനയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിട്ട് നമ്മുടെ ഗോവർദ്ധൻ. ഞാൻ ഫ്രഷ് ആവട്ടെ കേട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ ബാലേട്ടൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. ആ സമയം ബബിത അങ്ങോട്ടേക്ക് വന്നു. ബബിത വന്നപ്പം അങ്കിളെ ഇതന്നെ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ കാറിൻ്റെ കീ ചെയിൻ കിട്ടാൻ വേണ്ടി നിൽക്കുമായിരുന്നു മോളെ. അപ്പോഴത്തേക്ക് രോഹിത്ത് ഇറങ്ങി വന്നു കേട്ടോ. രോഹിത്ത് ഇറങ്ങി വന്നപ്പോൾ പോവാണ്, ഇരിക്കണില്ലേന്ന് ചോദിച്ചു. ഒരു ചായ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കുടിച്ചിട്ടേ പോകുന്നുള്ളൂ. അച്ഛൻ്റെ കൂടെ ട്രാവലിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അങ്കിളിനെ ബുദ്ധിമുട്ടിച്ചു വന്നു ബബിത ചോദിച്ചപ്പം ഇല്ലെന്നേ, എവിടെയൊക്കെ പോയെന്ന് ചോദിച്ചു. അപ്പോൾ ദേ കുറേ സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അലീന ചായ ആയിട്ട് വന്നു, കൊണ്ടുവന്ന് ഗോവർദ്ധൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ താങ്ക്സ് പറയാം അലീനയോട്. അല്ല മധുരം പോരെങ്കിൽ പറയണം കേട്ടോ, ഞാൻ അച്ഛൻ്റെ ടേസ്റ്റിനനുസരിച്ചാണ് എടുത്തത് എന്ന് പറഞ്ഞിങ്ങനെ അലീന പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവർദ്ധൻ ഇത് മതി, എനിക്കിഷ്ടപ്പെട്ടു എന്ന് ഗോവർദ്ധൻ പറയാം. വീട്ടിലും ഞാൻ ഇത്രയും ഷുഗർ യൂസ് ചെയ്യാറുള്ളൂ, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എവിടെയൊക്കെ പോയെന്ന് ചോദിച്ചിട്ട് അങ്കിളൊന്നും വിട്ടു പറയുന്നില്ലെന്ന് ബബിത അന്നേരം അലീനയോട് പറയാം. നിങ്ങൾക്ക് ബാലേട്ടനോട് ചോദിക്കാമല്ലോ. അന്നേരം അങ്കിളെ ഇത് പിടിച്ചോന്ന് പറഞ്ഞ് കീ കൊടുത്തു രോഹിത്തു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടിയുടെ കണ്ടീഷനൊക്കെ? നല്ല സ്മൂത്തായിട്ട് വണ്ടി എനിക്കിഷ്ടമായിട്ടോ എന്ന് ഗോവർദ്ധനോട് രോഹിത്തിൻ്റെ ഡ്രൈവിംഗ് എങ്ങനെ പേടി തോന്നിയോ അതോ കംഫർട്ടായിരുന്നോ എന്ന് ചോദിച്ചു. അന്നേരം രോഹിത്ത് സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചെന്നല്ലോ, ഡ്രൈവിങ്ങിന് ഞങ്ങൾ 3 പെൺപിള്ളേരിയ്ക്കുമല്ലേ, ഒരു സ്വാതന്ത്ര്യവും കൊടുത്തിട്ടില്ല, കംപ്ലീറ്റ് കൺട്രോളും ഞങ്ങളായിരുന്നു എന്ന് അലീന. പിന്നെ ഞങ്ങൾ തേക്കടി മൂന്നാറൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാ, നിങ്ങൾ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ. അപ്പം അലീന ചേച്ചിക്ക് പറ്റിയ സ്ഥലം കണ്ടുപിടിച്ചോ എന്നിങ്ങനെ രോഹിത്ത് ചോദിക്കുമ്പം പ്ലീസ് അതൊന്നും എന്നോട് ചോദിക്കരുതെന്നും ഞാൻ വെറും ഡ്രൈവർ മാത്രമായിരുന്നു എന്ന് ഗോവർദ്ധൻ പറയാം. എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും ഒന്നും പൊട്ടിക്കരുതെന്നല്ലേ ഇന്ന് കൃഷ്ണമോൾ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ആ സമയത്ത് ഗോവർദ്ധൻ ഇങ്ങനെ അലീനയുടെ നേരെ ഒന്ന് നോക്കി, അത് കഴിഞ്ഞ് ചായയും കുടിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അലീനയുടെ കയ്യിലേക്ക് കപ്പും തിരിച്ചു കൊടുത്തു. എല്ലാം ബാലേട്ടനോട് ചോദിച്ചാൽ മതി കേട്ടോ, അന്ന് ഞാൻ പോവാണേ എന്ന് പറഞ്ഞ് നമ്മുടെ ഗോവർദ്ധൻ അവിടെ നിന്ന് അങ്ങ് പോണു. ഗോവർദ്ധൻ അങ്ങ് പോകാൻ ഇറങ്ങുന്ന സമയത്ത് യെസ് ഓക്കെ എന്നും പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോള് അപ്പോൾ ശരി പോട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ഗോവർദ്ധൻ അവിടെ നിന്ന് പോകാൻ നേരത്ത് ഗോവർദ്ധൻ ഒന്നുകൂടി അലീനയെ തിരിഞ്ഞു നോക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഗോവർദ്ധൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷണം കണ്ടിട്ട് അലീന ചേച്ചിക്ക് പറ്റിയൊരു ഷെൽട്ടർ കണ്ടുപിടിച്ചിട്ടാണ് വന്നോന്നാണ് തോന്നണതെന്ന് ബബിത പറയാം. നമുക്ക് ആരോടും ചോദിക്കണ്ട എന്നും നമ്മളറിയേണ്ടതെല്ലാം അച്ഛൻ തന്നെ നമ്മളോട് പറയുമെന്നും അലീന പറയുമ്പോൾ അലീന ചേച്ചിക്ക് ടെൻഷനൊന്നുമില്ല, ഞങ്ങൾക്ക് ആ ടെൻഷൻ മുഴുവനെന്ന് കൃഷ്ണമോൾ അന്നേരം പറഞ്ഞു. എനിക്ക് നിങ്ങളെക്കാളൊക്കെ ഒരുപാട് വിഷമം ഉണ്ടെന്നും അടക്കി പിടിച്ചിരിക്കുകയാണെന്നും അലീന ഇങ്ങനെ പിള്ളേരോട് പറയുക കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ടിട്ട് അലീന അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇവർ 3 പേര് സങ്കടപ്പെട്ട് അവിടെ നിൽക്കുന്നു. പിന്നെ ബാലൻ ഇങ്ങനെ റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ബാലൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. അപ്പോൾ ബാലൻ ആ കോള് നോക്കി. അപ്പോൾ വിളിച്ചത്. മനു വിളിച്ചിട്ട് അങ്കിൾ എവിടെയാണെന്ന് ചോദിച്ചു. വീട്ടിലെത്തിയോന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലെത്തിയെന്ന് പറയുമ്പം ഏത് വീട്ടിലാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഏതാടെ എൻ്റെ വീടല്ലാതെ മറ്റൊരു വീട്. അങ്ങള് എത്തിയ വിവരം ഞാൻ അറിഞ്ഞില്ല എന്ന് മനു. നിന്നെ അറിയിച്ചിട്ട് വേണോ ഞാൻ വരാനും പോകാനും ഒക്കെ ആണോ എന്ന് ബാലൻ ചോദിക്കുമ്പം അറിയിച്ചില്ലെങ്കിൽ ഞാൻ അറിയും അങ്കിളെ. അങ്കിള് നീലഗിരിക്ക് പോയായിരുന്നല്ലേ വലിയച്ഛനെ കാണാനായിട്ട്? അത് ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് മനു. നിന്നോടാരാ അതൊക്കെ പറഞ്ഞത്?
ആ അതൊക്കെ ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുനലൂർക്ക് പോയില്ലേ സ്റ്റാൻലി ജോസഫിനെ കാണാനായിട്ട്, അലീനയുടെ പപ്പയെ. ഇതൊക്കെ കേട്ടപ്പം എടാ എടാ മനു, നിന്നോട് ഇതൊക്കെ ആരാടാ പറഞ്ഞേ? സംഗതി സത്യമാണോ അല്ലയോ അത് പറയാൻ പറഞ്ഞു മനു അന്നേരം ബാലേട്ടനോട്. സത്യമാണ്, സത്യമായ കാര്യം തന്നെയാണ്. എന്നിട്ട് സ്റ്റാൻലി ജോസഫിനെ കണ്ടു മുട്ടിയോ? കണ്ടു, സംസാരിച്ചു, അലീനയെ പറ്റി പറയുകയും ചെയ്തു. എന്നിട്ട് സ്റ്റാൻലി ജോസഫ് എന്തു പറഞ്ഞു എന്ന് മനു ചോദിക്കുക. അലീനെ ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പം അതെല്ലാം വിശദമായിട്ട് ഞാൻ നിന്നോട് പിന്നെ പറയാം, നീ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് പറ. അപ്പം നീലഗിരിയിൽ നിന്ന് വെല്ലിച്ചനോട് എത്തിയിട്ടുണ്ട്. വെല്ലിച്ചൻ്റെ കയ്യിൽ നിന്നല്ലേ അങ്കിള് സ്റ്റാൻലി ജോസഫിൻ്റെ നമ്പർ വാങ്ങിച്ചു അല്ലെങ്കിൽ അഡ്രസ്സ് മേടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ തൽക്കാലം ഇതാരും അറിയണ്ട, പ്രത്യേകിച്ച് അലീനെ അറിയണ്ട എന്ന് ബാലേട്ടൻ പറയുക. സ്റ്റാൻലി ജോസഫ് അവളെ മകളായിട്ട് സ്വീകരിക്കാനും അംഗീകരിക്കാനും തയ്യാറാണെങ്കിൽ അവർ തമ്മിൽ കാണുന്ന ദിവസം മാത്രം അവൾ അറിഞ്ഞാൽ മതി അയാളാണ് അവളുടെ അച്ഛൻ എന്നുള്ളതെന്ന് ബാലേട്ടൻ പുതിയ കടുത്ത തീരുമാനങ്ങൾ എടുക്കുക. സ്റ്റാൻലിക്ക് അവളെ വേണ്ട എന്നുണ്ടെങ്കിൽ അവൾ ഒരിക്കലും അറിയണ്ട സ്റ്റാൻലി ജോസഫാണ് അവളുടെ അച്ഛൻ എന്ന കാര്യവും പറയാം കേട്ടോ ബാലേട്ടൻ. അച്ഛന് വേണ്ടാത്ത മകളെന്നൊരു വേദന കൂടി ആ കുഞ്ഞിന് താങ്ങാൻ കഴിയില്ല എന്നും. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ അവൾക്ക് ഒരേ ഒരു അച്ഛനേ ഉള്ളൂ, അത് ഞാനായിരിക്കും. അപ്പം അതൊക്കെ കേട്ടപ്പം മനസ്സിലായി എങ്കിളെ. അല്ല, ഞാൻ ആരോടും പറയത്തില്ല എങ്കിളെ എന്ന് പറഞ്ഞു മനു. അലീനയ്ക്ക് ഒരു സൂചന പോലും കൊടുത്തേക്കരുത് കേട്ടോ. ഓക്കെ എങ്കിളെ, ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബാലേട്ടൻ പുതിയ തീരുമാനങ്ങൾ എടുക്കുക. ഗംഗേട്ടനുണ്ടോ എന്നിട്ട് അവിടെ ഇപ്പോഴും? ഉണ്ട്. എന്നതാ പുള്ളിയുടെ ഉദ്ദേശം? ഹിഡൻ അജണ്ട വല്ലതും ഉണ്ടോ? ആൻറ്റിയെ കടപ്പാട്ടൂരോട്ട് തന്നെ തിരിച്ചയക്കണം, അലീനയെ കടപ്പാട്ടൂർ തന്നെ നിലനിർത്തണം. ഇത് രണ്ടുമാണ് അവർ ഉദ്ദേശിക്കുന്നത്. രണ്ടും നടക്കുന്ന കാര്യങ്ങളല്ലല്ലോടാ. അതൊക്കെ പോട്ടെ, ഞാനിപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ, ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. നമുക്ക് പിന്നെ സംസാരിച്ചാൽ പോരെ? ഓക്കെ, ശരി ഞങ്ങളെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ ഫോണും കട്ട് ചെയ്തു. ബാലേട്ടൻ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടിയുടെ വീട്ടിൽ അവരെല്ലാവരും ഭയങ്കര ജോലിയിലൊക്കെയാണ്. രേവതിക്കുട്ടി ചായ എടുക്കുന്നു, ഗ്രേസ് അമ്മ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചായ കൊണ്ടേ കൊടുത്തപ്പം ചായക്കൊരു ഇത്തിരി സമയം കൂടുതലാണല്ലോ എന്ന് ഗ്രേസമ്മ പറയാം. ഇന്ന് ഇത്തിരി സമയം എടുക്കുന്നുണ്ടല്ലേ, എനിക്കും തോന്നി എന്ന് രേവതിക്കുട്ടി. ഇതാണ് ആൻറ്റി ആൾക്കാർ പറയുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നവൻ്റെ മനസ്സ് പോലെ ഇരിക്കും അവർ എന്തെന്നൊക്കെ. അപ്പോൾ അത് സത്യ രേവതിക്കുട്ടി. അതുകൊണ്ടാണ് ഇവൾ എന്തുണ്ടാക്കിയാലും ഭയങ്കര എരിവും ഉപ്പും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ അലീനയുടെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ അലീന അവിടെ ചായ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും കൃഷ്ണ അങ്ങോട്ടേക്കൊന്നും അലീനയെ സഹായിക്കാൻ. പെട്ടെന്നാണ് അലീന ചേച്ചിയെ നമ്മുടെ രേവതിക്കുട്ടി ഫോൺ എടുത്ത് വിളിക്കുന്നത്. അപ്പോൾ കൃഷ്ണയോട് ഫോൺ എടുക്കാൻ പറഞ്ഞു. കൃഷ്ണ ഇന്ന് ഫോൺ എടുത്തു. ഹലോ, അപ്പോൾ എനിക്കാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ തൊട്ടൊരു സുഖമില്ലെന്ന് രേവതിക്കുട്ടി പറയാം. അപ്പം ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞതാ. അപ്പോൾ അലീന ചേച്ചി പറഞ്ഞു വിളിക്കണ്ടെന്ന്, ഇച്ചിരി സമാധാനത്തോടെ ഇരിക്കട്ടെ എന്ന്. അപ്പോഴത്തേക്ക് എടി ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് നമ്മുടെ അലീന അങ്ങോട്ടേക്ക് വന്നു കൃഷ്ണയുടെ അടുത്തേക്ക്. എന്നിട്ട് കൃഷ്ണയുടെ ചെവിക്കും പിടിച്ചു. ആരാ എൻ്റെ കൃഷ്ണമോളെ ഉപദ്രവിക്കുന്നേ എന്ന് നമ്മുടെ രേവതിക്കുട്ടി ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും ഈ അലീന ചേച്ചി അന്നേ എൻ്റെ ചെവിക്ക് പിടിക്കുക അന്നേ. അപ്പോൾ കള്ളം പറഞ്ഞിട്ടല്ലേടി എന്ന് ചോദിച്ചു അലീന. അപ്പം അതൊന്നും സാരമില്ല, എത്തിയിട്ട് എന്നെ നിന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ, വിളിക്കായിരുന്നല്ലോ. അതെന്താ എൻ്റെ പൊന്നു കുശുമ്പി പെണ്ണേ, നീ എവിടെ നിന്നാടി ഇങ്ങനെ കുശുമ്പ് കുത്താൻ പഠിച്ചതെന്ന് ചോദിച്ചു അലീന. അപ്പോൾ എനിക്കതൊന്നും അറിയത്തില്ല, എനിക്കൊരൊറ്റ ചേച്ചിയല്ലേ ഉള്ളൂ, അതിൻ്റെയൊക്കെ ആയിരിക്കുമെന്ന് രേവതിക്കുട്ടി. അപ്പം നമ്മളോ? അപ്പോഴേക്കെന്തേ, അത് നീ എൻ്റെ അനിയത്തിയല്ലേ, ചേച്ചിയാണോ? അപ്പോൾ ബബി ചേച്ചിയോ? എൻ്റെ ഏരട്ട പേരട്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി. ഇനിയുള്ളത് രോഹിയേട്ടനാ. അപ്പം അതെൻ്റെ ശത്രു വീരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി പറഞ്ഞപ്പോൾ നിനക്ക് അവൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കൽ കിട്ടുമ്പോൾ അന്നേ നീ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ തൊടാൻ എൻ്റെ അലീന ചേച്ചി എന്നെ സമ്മതിക്കുമോ എന്നാ? എങ്ങനെ പറ്റും എൻ്റെ അലീന ചേച്ചിക്ക്? അപ്പം ഇത് എങ്ങനെയാടി ഇത്രയും ഡയലോഗൊക്കെ നീ പഠിച്ചു വയ്ക്കുന്നേ? സമ്മതിച്ചു കേട്ടോ, നിന്നെ തോറ്റു കുഞ്ഞേ നിൻ്റെ മുന്നിലെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ബബിതി അങ്ങോട്ടേക്ക് ആരാ എന്ന് ചോദിച്ച്. ആരാടി അവിടെ രഹസ്യം പറയുന്നത്? ബബിതയാണോടി എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പം ആന്നേ ബബിത കൊച്ചാന്നേ രേവതി അമ്മച്ചി എന്നും പറഞ്ഞ് നമ്മുടെ ബബിത. ഏതമ്മച്ചി? എന്നാ പറ്റി? ഞങ്ങളൊക്കെ മിസ് ചെയ്തോ? ആന്നേ, നിങ്ങൾ പോയി കഴിഞ്ഞപ്പോഴേ ഒരുമാതിരി സർക്കസ് കഴിഞ്ഞ കൂടാരം പോലെ ആയിപ്പോയി. ഭയങ്കര നിശബ്ദതയാ. നേരത്തെ എൻ്റെ ശബ്ദം മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് കഴിഞ്ഞ 3-4 ദിവസം എന്നതായിരുന്നു ഇവിടെ. ആന്നോ? എനിക്കിപ്പോൾ പോരണോന്നൊന്നും ഇല്ലായിരുന്നു, ഈ അലീന ചേച്ചി കാരണമാണെന്ന് ബബിത അന്നേരം പറഞ്ഞു. അത് ശരിയാ, കുറച്ച് ദിവസം കൂടി എന്നാണേലും നിൽക്കായിരുന്നു. പോരാതിരിക്കാൻ പറ്റുമോ രേവതിക്കുട്ടി? ഞങ്ങൾ എത്തിയ പുറകെ അച്ഛനും വരുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ എന്ന് ചോദിച്ചു. അതിനിപ്പോൾ എന്നാ, അങ്കിളിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചേനെ.
ഞാൻ പറഞ്ഞതാണ് ഇവരോടൊന്ന് വാഗമണ്ണ് വരെ പോയിട്ടൊക്കെ വരാമെന്ന്. ഇവിടുന്ന് വല്ല ദൂരമൊന്നും ഇല്ലായിരുന്നു. അതുപോലെ ഇവർ സമ്മതിച്ചില്ല എന്നും ബബിത പറയുമ്പോൾ അയ്യടാ അങ്ങനെ നിങ്ങൾ മാത്രം വാഗമണ്ണ് പോയി സുഖിക്കേണ്ട, അതും ഞാനില്ലാതെ സമ്മതിക്കത്തില്ല ഞാനെന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി ഇങ്ങനെ നിൽക്കാം. പോകാഞ്ഞെന്തായാലും നന്നായി, ഞങ്ങൾ തന്നെ വേണമെന്നൊക്കെ പറയുമ്പം ആഹാ അത് കൊള്ളാം, എങ്കിലേ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ മിസ് ചെയ്യാണെന്നല്ലേ പറഞ്ഞത്, ഇങ്ങോട്ട് പോര്, ഇവിടെ നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് വാഗമണ്ണും ഇല്ലിക്കക്കല്ലും പോകാമെന്ന് പറഞ്ഞു. അതൊന്ന് എന്തോന്ന് കല്ല, അപ്പം ഇല്ലിക്കക്കല്ല് അടിപൊളി സ്ഥലമാണെന്ന് ബബിത. അപ്പോൾ അത് ചേച്ചിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു ബബിത. ആ മുടിയൻ്റെ കൂടെ കറങ്ങാൻ പോയി കാണുമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ നീ ഒന്ന് പോയിക്കേ കൃഷ്ണൻ്റെ കാര്യം നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് ബബിത ഇങ്ങനെ പറയാം. രണ്ടും കൂടി അടിയൊന്നും കൂടണ്ട, നല്ല പിള്ളേരായിട്ട് ഇരുന്നേ, സമാധാനം സന്തോഷം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ രേവതിക്കുട്ടി. നീ പറ മോളെ, ഇവർ അടി കൂടത്തൊന്നുമില്ല എന്ന് അലീന. എന്നാ പിന്നെ ഞാൻ വെച്ചേക്കാണേ, അവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞെന്ന് വിളിച്ചാൽ മതി. ബബിത ബായ്, കൃഷ്ണമോളെ ബായ്, അങ്ങനെ ബായ് ബായ് ഒക്കെ പറഞ്ഞിങ്ങനെ വെക്കാൻ. അയ്യോ വെക്കല്ലേ, അതെ നമ്മുടെ വീരൻ എന്തിയെ, ഒച്ച അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർ റൂമിലായിരിക്കും, അതാണെന്ന് പറഞ്ഞു. ആ എന്നാൽ എൻ്റെ അന്വേഷണം പറഞ്ഞേക്കേട്ടോ എന്ന് പറഞ്ഞു. ആഹാ അന്വേഷണം നേരിട്ട് പറഞ്ഞോ, അങ്ങനെ മെസ്സേജ് പാസ് ചെയ്യുന്ന സിസ്റ്റം ഒന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ആഹാ ഞാനിപ്പോൾ തന്നെ അതിനുള്ള സാഹചര്യം റെഡിയാക്കാമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണമോൾ അവിടുന്ന് അതുകൊണ്ട് പോവാം. അതെ രോഹിട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചയ്ക്ക് അലറി വിളിച്ച് ഈ ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട്, എൻ്റെ ചെവി പൊട്ടിയല്ലോടി പെണ്ണേന്നും പറഞ്ഞായി നമ്മുടെ രേവതിക്കുട്ടി. ഇവിടുന്ന് ഇങ്ങനെ വിളിച്ചാലേ കേൾക്കുള്ളൂ എന്ന് രേവതിക്കുട്ടി. രോഹിയേട്ടാ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് വിളിക്കുന്നു. ദേ രോഹിയേട്ടൻ്റെ ഒരു കോളുണ്ട്, ഒരാൾ അന്വേഷണം പറയാൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നെ ചുമ്മാ കളിയാകാതെ പൊടിയെന്ന് പറഞ്ഞു. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു കേട്ടോ അന്നേരം. അപ്പം നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ ചായ കുടിച്ച് ദേ വെയിറ്റിംഗ് ഓൺ കോൾ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൃഷ്ണമോള്. ആ സമയത്ത് നമ്മുടെ രോഹിത്ത് താഴേക്ക് ഇറങ്ങി വന്നു. ഹലോ വീരാ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടി വിളിക്കേട്ടോ. ആഹാ മരംകുത്തിയായിരുന്നു എന്ന് ചോദിച്ചു രോഹിത്തെ. അന്നേ വീരനവിടെ സേഫായിട്ട് എത്തിയോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞപ്പം എത്തിച്ചേ ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് രോഹിത്ത്. വെരി ഗുഡ്, എന്നാൽ പിന്നെ നല്ല ചെറുക്കനായിട്ട് അടുത്ത സെമസ്റ്ററിലേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ പറഞ്ഞു. അപ്പോൾ ഉത്തരവ് അങ്ങനെ ആവട്ടെ എന്ന് രോഹിത്ത്. ഞാൻ വിളിച്ചോളാം കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ, സമയം കിട്ടുവാണെങ്കിൽ മതി കേട്ടോ. അല്ല കൃഷ്ണമോള് അത് ശരിയാ, ഭയങ്കര തിരക്കുള്ള ആളല്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണയും അങ്ങ്. അപ്പം ശരിയേ പിന്നെ വിളിക്കാവേ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ബബായി പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ രേവതിക്കുട്ടി ഫോൺ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ അവിടെ നിന്ന് ആലോചിക്കാൻ തുടങ്ങി. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഞാൻ ക്യൂട്ടി ഫാൻസിൻ്റെ കാര്യം ആലോചിക്കായിരുന്നു. ഒത്തിരി നീ ആലോചിക്കേണ്ട കേട്ടോ. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കൃഷ്ണ അവിടെ നിന്ന് പോയി. ആ സമയം നമ്മുടെ അലീന അങ്ങോട്ടേക്ക് ചായ ആയിട്ട് വന്നു. കൃഷ്ണമോൾ എവിടെ? എൻ്റെ ഫോൺ അവളുടെ കയ്യിലാണെന്ന് പറഞ്ഞു. അവളുടെ റൂമിലേക്ക് പോയിട്ടുണ്ട്, അവളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദേ ഇത് ഞാൻ അച്ഛനെ കൊണ്ട് കൊടുത്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു അലീന ചായയും കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു. രോഹിത്ത് ഇങ്ങനെ അല്ല നടക്കുക. ആ സമയത്ത് ബാലൻ ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോൾ അലീന ചായ ആയിട്ട് മുറിയിലേക്ക് ചെന്നു. ഇപ്പം ക്ഷീണമൊക്കെ മാറി മിടുക്കനായല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അലീന. അങ്ങനെ എന്നിട്ടതും പറഞ്ഞ് അച്ഛന് ചായയും കൊടുത്തു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മുടെ ബാലൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിൽ വിവരങ്ങളൊക്കെ അറിയാനൊരു ആകാംക്ഷയിലായിരുന്നു. നിനക്ക് പറ്റിയൊരു വീട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാ അച്ഛാന്ന് ചോദിച്ചു. അത് തെന്മല ഭാഗത്ത് കുളത്തൂർ പുഴ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. വലിയ വീടാ. അപ്പോൾ അച്ഛൻ പോയി കണ്ടോ അത്? കണ്ടു, ഗംഭീര വീടാണെന്ന് പറഞ്ഞു. ആരുടെ അച്ഛാ അത്? ഒരു തോട്ടം മുതലാളിയുടെ വീടാ. അപ്പോൾ ഒരു റബ്ബർ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെന്ന് പറഞ്ഞു. ആ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പം ഞാനവിടെ ചെല്ലുമ്പം 5-6 നായ്ക്കളും ഹൗസ് ഓണറും പിന്നെ അവിടുത്തെ സെർവൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ സെർവൻസൊക്കെ ഉണ്ടോ അവിടെ? പിന്നെ എന്തിനാ ഞാനൊന്നും ഇങ്ങനെ അലീനെ ചോദിക്കുമ്പം അവിടുത്തെ പട്ടികളെ നോക്കാൻ തന്നെ ഒരാൾ വേണം, ഗാർഡൻ നനയ്ക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒരാൾ വേണം, വീട് നോക്കാൻ ഒരാളും കൂടെ വേണമെന്ന് പറഞ്ഞു. അത്ര ഭയങ്കര വീടാണോ? പിന്നെ ആണോന്നോ? ഞാൻ നിന്നെ വല്ല ദാരിദ്ര്യം പിടിച്ച സ്ഥലത്ത് കൊണ്ട് വിടുമെന്നാണെന്ന് വിചാരിച്ചത്. ഫാമിലി ഒന്നും ഇല്ലേ മുതലാളിക്ക്? അപ്പോൾ ഫാമിലിയൊക്കെ ഉണ്ടാവും ഉറപ്പല്ലേ എന്ന് പറഞ്ഞ് ബാലേട്ടൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതേക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ചോദിക്കാനൊന്നും പോയില്ല. അങ്ങനെ ബാലേട്ടൻ അലീനയുടെ വിവരങ്ങളൊക്കെ പറയാം. ആദ്യമായിട്ട് അയാൾ നിന്നെ വേണോ വേണ്ടോ എന്ന് പറയട്ടെ, പിന്നെ ചോദിച്ചാൽ പോരെന്ന് ചോദിച്ചു. ജോലിക്കാരൊക്കെ വേറെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് എന്നാ ചെയ്യാനാ അച്ഛാന്ന് അലീന ചോദിച്ചു. അന്നേരം മോളെ അതൊരു ഈ ജിൻ തൊഴുത്താ, അതൊന്നും ശരിയാക്കി എടുക്കാൻ നീ പെടാപ്പാട് പെടേണ്ടി വരുമെന്നും ജോലി ചെയ്ത് നിന്റെ നടുവൊടിയൊന്നും ബാലേട്ടൻ പറയുമ്പം എന്നെക്കൊണ്ട് പറ്റുന്ന ജോലി ചെയ്താൽ മതിയല്ലോ. സാരമില്ല അച്ഛാന്നും പറഞ്ഞ അലീന. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ അച്ഛാ? എന്താ പ്രശ്നം? അയാൾക്ക് നിന്നെ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ കുറേ സമയം വേണമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ആ സമയത്ത് അതായത് അവിടെ ഒരു ജോലിക്കാരിയെ ശരിക്കും ആവശ്യമില്ല അല്ലേ? സത്യം പറഞ്ഞ് എനിക്കത് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ഞാൻ അയാളെ കണ്ട് നിന്നെ റെക്കമെൻഡ് ചെയ്തത്. അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ
വേണ്ട, നമുക്ക് വേറെ നോക്കാം. ഞാൻ ഓർത്തു ജോലിക്കാരി ആവശ്യമുള്ള ഒരു വീട്ടിലോട്ട് അച്ഛൻ എന്നെ എത്തിച്ചു കൊടുക്കുവാണെന്നോ, ഇതിപ്പോൾ സെർവിന് ആവശ്യമില്ലാത്തൊരു വീട്ടിലോട്ട് അച്ഛനെ ഉന്തി തള്ളിക്കയറ്റാൻ നോക്കുവാണെന്ന് അലീന പറഞ്ഞപ്പോൾ, പക്ഷെ അവിടെ കിട്ടിയ അതിനേക്കാളും സേഫായിട്ടുള്ളൊരു സ്ഥലം വേറെ ഇല്ല എന്ന് ബാലേട്ടൻ അലീനയോട് പറയുക കേട്ടോ. അത് കേട്ട് അലീന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.